ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് രാഹുൽ ഗാന്ധിയാണ്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ MP ആയാൽ വനം വന്യജീവി ആക്രമണം എന്നേക്കുമായി തടയാൻ പാർലമെന്റ് ഞാൻ തലകുത്തി മറയ്ക്കുമെന്നാ പറഞ്ഞ്. 5 കൊല്ലം MP ആയി. ഒരു ചോദ്യം പാർലമെന്റിൽ ഞാൻ ഈ സീറ്റിൽ ഉണ്ട് എന്നൊന്ന് പറയാൻ, ഒന്ന് കൈപൊക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. പിന്നെ 2024 ആ തെരഞ്ഞെടുപ്പിലും പ്രകടന പത്രികയിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു, വീണ്ടും എന്നെ ജയിപ്പിച്ചാൽ വനം വന്യജീവി ആക്രമണം ഞാൻ തടയും. വീണ്ടും പാവങ്ങൾ ജയിപ്പിച്ചു, നല്ല ഭൂരിപക്ഷം കൊടുത്തു. അത് കഴിഞ്ഞത് 2 മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി വന്നു, അവരുടെയും പ്രകടന പത്രിക വന്നു, ഞാൻ ജയിച്ചാൽ വനം വന്യജീവി. മിസ്റ്റർ സലാഹുദ്ദീൻ, നമുക്കറിയാം 1972 നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ നിയമം കൊണ്ടുവന്നത്. നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോഴാണ് അമെൻമെന്റ് കൊണ്ടുവന്നത്. നിങ്ങൾ ആ നിയമത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇടപെടാൻ ശ്രമിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ കൂച്ചു വിലങ്ങിട്ടിരിക്കുന്നു. എന്നിരുന്നാലും ഞങ്ങൾ അന്തസ്സോടെ പറയുന്നു, ഈ വിഷയത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ ഒരു ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഈ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും ആ ചോദ്യം ചോദിക്കും, എന്തു ചെയ്തു നിങ്ങൾ ഈ മണ്ഡലത്തിന് വേണ്ടി?